വെൽക്കം ടു സോഷ്യൽ സ്റ്റോറിയ. സോഷ്യൽ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേന്ദ്രീയ വിദ്യാലയ അതുപോലെ തന്നെ നവോദയ വിദ്യാലയത്തിലേക്കുള്ള പരീക്ഷകളിലെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജ് പാർട്ടിലേക്കുള്ള കുറച്ച് ടോപ്പിക്സ് ആണ്. ഈ KV അതുപോലെ തന്നെ നവോദയ വിദ്യാലയത്തിലെ വിവിധ തസ്തികകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പരീക്ഷ ടയർ 1 പരീക്ഷ ജനുവരി 10-11 ദിവസങ്ങളിലായിട്ട് നടക്കാൻ പോവുകയാണ്. അപ്പൊ അതിനകത്തേക്ക് വരുന്ന 20 ക്വസ്റ്റ്യൻസ് 60 മാർക്ക് ആ ഭാഗത്തേക്കുള്ളത് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജ് ആണ്. ഈ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ജനറൽ നോളജിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഏത് ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് CBSE ആണ് ഇത്തവണ ഈ രണ്ട് എക്സാം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ CBSE മുന്നേ നടത്തിയിട്ടുള്ള EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ എക്സാമിലെ വന്നിട്ടുള്ള ടോപ്പിക്കുകൾ, അതിൽ വന്നിട്ടുള്ള വിവിധ എക്സാമുകളിലേക്ക് വിവിധ തസ്തികകളിലേക്ക് നടന്നിട്ടുള്ള എക്സാമുകളിലും വന്നിട്ടുള്ള ജനറൽ അവയർനെസിന്റെ ജനറൽ നോളജിന്റെ ടോപ്പിക്സ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ വരുന്ന KV NVS എക്സാമുകളിൽ. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് പത്മ അവാർഡ്സ് ആണ്. അപ്പൊ പത്മ അവാർഡ്സ് ഈ പറഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ പത്മ അവാർഡ് നോക്കി പോവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇത്തവണത്തെ പത്മ അവാർഡ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ പത്മ അവാർഡിന്റെ ഒരു ബേസ് വളരെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്ത്യയിലെ വൺ ഓഫ് ദ ഹയസ്റ്റ് സിവിലിയൻ ഹോണർ അവാർഡാണ് പത്മ അവാർഡ്. ഏറ്റവും വലിയ സിവിലിയൻ ഹോണർ നമുക്കറിയാം ഭാരതരത്നയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് പത്മ അവാർഡ്സ് ആണ്. അപ്പൊ പത്മ അവാർഡ്സ് കൊടുത്തു തുടങ്ങുന്നത് 1954 മുതലാണ്. റിപ്പബ്ലിക് ഡേയുടെ ഈവിലാണ്, അതിന്റെ തലേന്നാണ് എന്ത് ചെയ്യുന്നത് പത്മ അവാർഡ് അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ പത്മ അവാർഡ് 3 കാറ്റഗറിയിലായിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് പത്മ വിഭൂഷൺ, 2 പത്മഭൂഷൺ, 3 പത്മശ്രീ. ഇനി 2025 പത്മ അവാർഡിലേക്ക് വരുമ്പോൾ 139 പേർക്കാണ് 2025 പത്മ അവാർഡ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പത്മ വിഭൂഷൺ 7 പേർക്ക്, പത്മഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 13 പേർക്കുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് മുഴുവൻ പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള സംഗതിയല്ല. അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പത്മ വിഭൂഷൺ ആരൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നെങ്കിലും നമ്മൾ നോക്കിയിട്ട് പോവേണ്ടതായിട്ടുണ്ട്. നോക്കുക, പത്മ അവാർഡ്സിൽ പത്മ വിഭൂഷൺ ലഭിച്ചിട്ടുള്ള 7 പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ആർട്ട്, ലിറ്ററേച്ചർ, എഡ്യൂക്കേഷൻ എന്നുള്ള ഫീൽഡിലാണ് അദ്ദേഹത്തിന് MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അടുത്തത് ഡോക്ടർ ദുവ്വൂർ നാഗേശ്വര റെഡ്ഡിയാണ്. തെലങ്കാനയിൽ നിന്നുള്ള ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മെഡിസിൻ ഏരിയയിലാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ആർട്ട് എന്ന കാറ്റഗറിയിൽ കർണാടകയിൽ നിന്നുള്ള ഡോക്ടർ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യത്തിനാണ് അടുത്ത പത്മ വിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ, വിദേശിയായിട്ടുള്ള ഒരാളുണ്ട്, ഒസാമു സുസുക്കി. അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് ഈ പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി, ജാപ്പനീസ് പൗരനാണ്. നമ്മുടെ സുസുക്കി മോട്ടോ കോപ്പിന്റെ ഒക്കെ ഫോർമർ ചെയർമാൻ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന കാറ്റഗറിയിൽ പത്മവിഭൂഷൺ ഭാരത സർക്കാർ സമ്മാനിച്ചിട്ടുള്ളത്. അടുത്തത് ശാരദ സിൻഹയാണ്. ബീഹാറിൽ നിന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോക്ക് സിംഗർ ആണ് അവര്. അപ്പം അവർക്കും ആർട്ട് എന്നുള്ള കാറ്റഗറിയിൽ മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ ജഗദീഷ് സിംഗ് ഖേക്കർക്കാണ്. അദ്ദേഹത്തിന് പബ്ലിക് അഫയേഴ്സ് എന്ന കാറ്റഗറിയിൽ ചണ്ഡീഗഡിലാണ് പബ്ലിക് അഫയേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ദെൻ കുമുദിനി രജനീകാന്ത്, അതേപോലെ തന്നെ ആർട്ട് എന്ന കാറ്റഗറിയിൽ ഗുജറാത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അവര്. അവർക്ക് ആർട്ട് എന്ന കാറ്റഗറിയിലാണ് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട 7 പത്മവിഭൂഷൺ അവാർഡ്. എല്ലാ പത്മ അവാർഡ്സും നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പൊ പത്മവിഭൂഷണെങ്കിലും പഠിച്ചിട്ട് എക്സാമിന് പോകാന്നുള്ളതാണ്. ഒന്ന് MT വാസുദേവൻ നായർ, 2 ദുവ്വൂർ നാഗേശ്വർ റെഡ്ഡി, 3 ഡോക്ടർ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യൻ ആൻഡ് ഒസാമ സുസുക്കി, ശാരദ സിൻഹ, ജഗദീഷ് സിംഗ് ഖേർക്കർ ജസ്റ്റിസ് ആണ്, റിട്ടയർഡ് ജസ്റ്റിസ് ആണ്. ദെൻ കുമുദിനി രജനീകാന്ത്, ലാഖിയ. ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ EMRS എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത് നോക്കാതെ നമ്മൾ ഒരിക്കലും എക്സാമിന് പോകരുത്. ദെൻ അടുത്തത് മറ്റ് അവാർഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട അവാർഡ് ഒന്ന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആണ് 2025. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇതൊരു ഇന്ത്യക്കാരിയാണ്, ഇന്ത്യൻ ഓതറാണ് ഇത്തവണത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 വിൻ ചെയ്തിട്ടുള്ളത്. ബാനു മുസ്താഖ് എന്ന് പറയുന്ന കന്നഡ എഴുത്തുകാരിയാണ് ഈ അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ ഏർട്ട് ലാമ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒറിജിനലി കന്നഡയിൽ അതിനെ ഹൃദയദീപ എന്ന് പറയുന്ന കൃതിക്കാണ് ഈ പറഞ്ഞ ബുക്കർ പ്രൈസ് അവാർഡ് ലഭിച്ചത്.
അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദീപ ബസ്തി എന്ന് പറഞ്ഞ എഴുത്തുകാരിയാണ്. അപ്പൊ അവർ പങ്കിടുകയാണ് ചെയ്യുക ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത് ഇങ്ങനെ ട്രാൻസ്ലേറ്റഡ് വർക്ക്സിനും കൂടിയാണ്. ഫസ്റ്റ് കന്നഡ വർക്കാണ്, ഷോർട്ട് സ്റ്റോറിയിൽ പ്രധാനപ്പെട്ട ഒരു കളക്ഷൻ ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്ത്യൻ ഓത്തർ ആണ് ഈ പറഞ്ഞ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ഫസ്റ്റ് ഗീതാഞ്ജലി ശ്രീയാണ് 2022 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ബാനു മുസ്താഖ്, അതുപോലെ തന്നെ ദീപ ബസ്തി ഓർത്ത് വെക്കുക. ദെൻ സ്പോർട്സിലേക്ക് കടക്കുമ്പോൾ സ്പോർട്സിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കോപ്പ അമേരിക്കയാണ് ആദ്യം 2024 കോപ്പ അമേരിക്ക വിന്നർ എന്ന് പറയുന്നത് അർജന്റീനയാണ്. 16ാമത്തെ ടൈറ്റിലാണ്, റെക്കോർഡ് ബ്രേക്കിംഗ് ആണ്. കൊളംബിയ തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന 2024 കോപ്പ അമേരിക്ക വിൻ ചെയ്തത്. കോപ്പ അമേരിക്ക ഇൻക്ലൂഡ് ചെയ്തത് അത് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ്. ദെൻ രഞ്ജി ട്രോഫി 2024-25 വരുമ്പോൾ അത് ചാമ്പ്യൻ ആയിട്ടുള്ളത് വിദർഭ ടീമാണ്. കേരളത്തെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ടാണ് VCS സ്റ്റേഡിയം നാഗ്പൂരിൽ വിദർഭ ടീം രഞ്ജി ട്രോഫി നേടിയിട്ടുള്ളത്. വരാനുണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ വിംബിൾഡണിലേക്ക് വരുമ്പോൾ, ടെന്നീസിലേക്ക് വരുമ്പോൾ വിംബിൾഡൺ 2025 മെൻ സിംഗിൾ വിന്നർ എന്ന് പറയുന്നത് ജാനിക് സിന്നർ, ഇറ്റലിയുടെ ജാനിക് സിന്നർ ആണ്. അപ്പം ഇറ്റലിയിലെ ഫസ്റ്റ് ഇറ്റാലിയൻ ആണ് ഈ ഒരു വിംബിൾഡൺ സിംഗിൾസ് ടൈറ്റിൽ വിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജാനിക് സിന്നർ. ദെൻ അദ്ദേഹം തോൽപ്പിച്ചിട്ടുള്ളത് കാർലോസ് അൽക്കാരസിനെയാണ്. കാർലോസ് അൽക്കാരസിനെ ഫൈനലിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ജാനിക് സിന്നർ മെൻ സിംഗിളിൽ വിംബിൾഡൺ വിന്നർ ആവുന്നത്. ഇനി വുമൺ സിംഗിളിലേക്ക് വരുമ്പോൾ ഇഗ സ്വിയാറ്റിക്, പ്രൊണൗൺസിയേഷൻ നോക്കുക, പോളണ്ടുകാരിയാണ്. അപ്പൊ അവരാണ് വുമൺ സിംഗിൾ വിന്നർ ആയിട്ട് വരുന്നത്. ഫസ്റ്റ് പോളിഷ് പ്ലെയർ ടു വിൻ വിംബിൾഡൺ. നേരത്തെ നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഇറ്റാലിയൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പോളിഷ് പ്ലെയർ ആണ്, അതായത് ഫസ്റ്റ് പോളണ്ടിൽ നിന്നുള്ള പ്ലെയർ ആണ് വുമൺ സിംഗിൾ വിന്നർ ആയിട്ട് വരുന്നത്. മെൻ ഡബിൾസിലേക്ക് വരുമ്പോൾ ജൂലിയൻ കാഷും ലോയിഡ് ഗ്ലാസ്പൂളും ആണ് മെൻസ് ഡബിൾ വിംബിൾഡൺ വിൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ രഞ്ജി ട്രോഫി നമ്മൾ പറഞ്ഞില്ലേ, വിദർഭ ടീമാണ് എന്നുള്ളത്. മറ്റൊരു അവാർഡിലേക്ക് വരുമ്പം 2025 പ്രധാനപ്പെട്ട മറ്റൊരു അവാർഡിലേക്ക് വരുമ്പോൾ PMRSന്റെ ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ പേരുള്ള ആപ്ത പ്രധാൻ പുരസ്കാർ 2025. 2025 ജനുവരി 23 ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇത്തവണത്തെ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പ്രധാൻ പുരസ്കാർ വിൻ ചെയ്തിട്ടുള്ളത് INCOIS ആണ്, അതായത് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, ഹൈദരാബാദ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസിനാണ് ലഭിച്ചിട്ടുള്ളത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേഖലയിലുള്ള കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷന്റെ ഫലമായിട്ടാണ് ഈ ഒരു അവാർഡ് ഈ INCOIS ലഭിച്ചിട്ടുള്ളത്. അടുത്തതിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട അവാർഡ് എന്ന് പറയുന്നത് 71st നാഷണൽ ഫിലിം അവാർഡ്. 71st നാഷണൽ ഫിലിം അവാർഡ് എന്ന് പറയുമ്പോൾ 2023 അവാർഡാണ് 2025 പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പം അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട അവാർഡ് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിൽ ആണ്. അപ്പൊ 12th ഫെയിൽ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഒരു IAS ഉദ്യോഗസ്ഥൻ, 12th ഫെയിൽ ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പിന്നീട് കാര്യമായിട്ട് UPSC വിൻ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം ബെസ്റ്റ് ഫീച്ചർ ഫിലിം 12th ഫെയിൽ, ഡയറക്ടർ വിധു വിനോദ് ചോപ്ര. ദെൻ ബെസ്റ്റ് ആക്ടർ, ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ, അതായത് 71ാമത്തെ നാഷണൽ ഫിലിം അവാർഡാണ്, 2023 എന്നുള്ളതും കൂടെ ഓർക്കുക. ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്നത് 2 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഷാറുഖ് ഖാൻ ആണ്, ജവാനിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ വിക്രാന്ത് മസയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 12th ഫെയിലിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടുന്നത്. അപ്പൊ ഈ 2 പേരും കൂടിയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി ബെസ്റ്റ് ആക്ട്രസിലേക്ക് വരുമ്പോൾ റാണി മുഖർജിയാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത്. 71st നാഷണൽ ഫിലിം അവാർഡ്. അവരുടെ സിനിമ എന്നത് മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയിലാണ്, അഭിനയത്തിനാണ് അവർക്ക് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത്. ദെൻ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് 2025 എന്ന് പറയുമ്പോൾ ഓർക്കുക 2023 അവാർഡാണ്. അദ്ദേഹത്തിന്റെ നമ്മുടെ മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള മോഹൻലാലിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ലൈഫ് ടൈം കോൺട്രിബ്യൂഷനുള്ള അവാർഡായിട്ടാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. ദെൻ ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിംഗ് ഹോൾസം എന്റർടൈൻമെന്റ് റോക്കി ഓർ റാണി കി പ്രേം കഹാനി, കരൺ ജോഹർ സംവിധാനം ചെയ്തിട്ടുള്ള റോക്കി ഓർ റാണി കി പ്രേം കഹാനിയാണ് ബെസ്റ്റ് പോപ്പുലർ ഫിലിം പ്രൊവൈഡിംഗ് ഹോൾസം എന്റർടൈൻമെന്റ് എന്നുള്ള കാറ്റഗറി അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത്. ഇനി ബെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കേരള സ്റ്റോറി, വളരെ വിവാദമായിട്ടുള്ള കേരള സ്റ്റോറി ഡയറക്ട് ചെയ്തിട്ടുള്ള സുദീപ്തോ സെന്നിനാണ് ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇത്രയും എങ്കിലും നോക്കി വെക്കുക. കഴിയുന്നതും കൂടുതൽ ഫിലിം കാറ്റഗറിയിൽ ഇപ്പം ബെസ്റ്റ് അനിമേഷൻ ഫിലിം അവാർഡ് വിൻ ചെയ്തിട്ടുള്ളത് ഹനുമാൻ
എന്നുള്ള അനിമേഷൻ മൂവിയാണ്. അപ്പൊ അങ്ങനെയുള്ള മറ്റ് കൂടുതൽ കാര്യങ്ങൾ കൂടെ പറ്റുമെങ്കിൽ അറിഞ്ഞു വെക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം പഠിച്ചു വെക്കുക. ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, അതുപോലെ തന്നെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, പിന്നെ ബെസ്റ്റ് ഡയറക്ഷൻ അവാർഡ്, ഇത്രയുമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകും. ദെൻ അടുത്ത ഒരു കാറ്റഗറി കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജി കെയിൽ വന്നിട്ടുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സമ്മിറ്റ് ആണ്. പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ സമ്മിറ്റ് എവിടെയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതെങ്കിലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അറ്റ്ലീസ്റ്റ് എവിടെയാണ് സമ്മിറ്റ് നടത്തിയിട്ടുള്ളത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് അറിഞ്ഞു വെക്കുക. G20 സമ്മിറ്റ് കഴിഞ്ഞ EMRF ചോദിച്ചതാണ്. G20 സമ്മിറ്റ് 2025 സൗത്ത് ആഫ്രിക്കയിലാണ് നടന്നത്, ജോഹനാസ്ബർഗിൽ. G20 ആഫ്രിക്കൻ മണ്ണിൽ നടന്നിട്ടുള്ള ആദ്യത്തെ G20 സമ്മിറ്റ് ആണ്. തീം സോളിഡാരിറ്റി, ഈക്വാലിറ്റി, സസ്റ്റൈനബിലിറ്റി. ഇനി 47th ആസിയാൻ സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ആസിയാൻ സമ്മിറ്റ് നടന്നിട്ടുള്ളത് മലേഷ്യയിലാണ്, മലേഷ്യയിലെ കോലാലംപൂരിലാണ് ആസിയാൻ സമ്മിറ്റ് നടന്നിട്ടുള്ളത്. 47ാമത്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് തിമോർ ലെസറ്റെ എന്ന് പറയുന്ന രാജ്യത്തെ 11th ആസിയാൻ മെമ്പർ ആയിട്ട് അംഗീകരിച്ച സമ്മിറ്റും കൂടിയായിരുന്നു 47ാമത്തെ ആസിയാൻ സമ്മിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് 17ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് ആണ്. 17ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് വരുന്നത് ബ്രസീലിലാണ്, ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 17ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് നടത്തിയത്. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്തോനേഷ്യയെ പുതിയ മെമ്പറായിട്ട് ആഡ് ചെയ്ത സമ്മിറ്റും കൂടിയാണ് 17ാമത്തെ ബ്രിക്സ് സമ്മിറ്റ് ബ്രസീലിൽ നടക്കുക. അപ്പൊ എന്തെങ്കിലുമൊക്കെ കണക്ക് നിങ്ങൾ ഓർത്ത് വെക്കുക, ബ്രസീലിൽ 17ാമത്തത് നടന്നു എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ദെൻ ബിംസ്റ്റെക് സമ്മിറ്റ്, 6ാമത്തെ ബിംസ്റ്റെക് സമ്മിറ്റ് തായ്ലൻഡ് ബാങ്കോക്കിലാണ് നടന്നിട്ടുള്ളത്. ബിംസ്റ്റെക് ബാങ്കോക്ക് വിഷൻ 2030 എന്ന രീതിയിൽ ഫസ്റ്റ് എവർ മാരിടൈം ട്രാൻസ്പോർട്ട് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സമ്മിറ്റ് ആയിരുന്നു 6th ബിംസ്റ്റെക് സമ്മിറ്റ്. തായ്ലൻഡിലാണ് നടന്നിട്ടുള്ളത്. എവിടെയാണ്? തായ്ലൻഡിൽ. ഓക്കെ. ദെൻ 25ാമത്തെ SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ, ചൈനയുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനാണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് നമുക്കറിയാം. അത് ഇത്തവണ നടന്നിട്ടുള്ളത് ചൈനയിലാണ്, ടിയാൻജിനിലാണ് നടന്നിട്ടുള്ളത്. 2025 25ാമത്തെ SCO സമ്മിറ്റ് ആണ് ചൈനയിലെ ടിയാൻജിനിൽ നടന്നിട്ടുള്ളത്. അപ്പം G20 സമ്മിറ്റ് സൗത്ത് ആഫ്രിക്കയിൽ, ആസിയാൻ സമ്മിറ്റ് മലേഷ്യയിൽ, ബ്രിക്സ് സമ്മിറ്റ് ബ്രസീലില്, ബിംസ്റ്റെക് തായ്ലൻഡില്, SCO ചൈനയില്. അത് ഒന്ന് ഓർത്തു വെക്കുക, പ്രധാനപ്പെട്ട. ദെൻ EMRSന്റെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സാഹിത്യ അക്കാദമി ബാൽ സാഹിത്യ പുരസ്കാർ. അപ്പം പ്രത്യേകിച്ചും ടീച്ചിങ് എക്സാംസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ബാലസാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പം ഈ തവണത്തെ ബാലസാഹിത്യ പുരസ്കാരം ഏകദേശം 24ഓളം പേർക്ക്, 24ഓളം കാറ്റഗറിയിൽ ലാംഗ്വേജസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെല്ലാം പഠിച്ചിട്ടില്ലെങ്കിലും പ്രധാനപ്പെട്ട ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃത്, ഉറുദു വരുന്ന അവാർഡ് അത് ഏതൊക്കെയാണ്, ആരൊക്കെയാണ് വിൻ ചെയ്തിട്ടുള്ള അവരുടെ വർക്ക് ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത് ഇംഗ്ലീഷിൽ നിതിൻ കുശലപ്പ MPക്കാണ് ഇത്തവണത്തെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദക്ഷിൺ സൗത്ത് ഇന്ത്യൻ മിത്ത് ആൻഡ് ഫാബിൾസ് റീടോൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ്, ഷോർട്ട് സ്റ്റോറി പുസ്തകത്തിനാണ് ഇത്തവണത്തെ ഇംഗ്ലീഷിലെ ബാൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നിതിൻ കുശലപ്പ. ദെൻ ഹിന്ദിയിലേക്ക് വരുമ്പം സുശീൽ ശുക്ലയ്ക്കാണ്, അതും ഷോർട്ട് സ്റ്റോറി തന്നെയാണ്, ഏക് ബട്ടേയി ബറ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി സീരീസിനാണ് ഇത്തവണത്തെ ഹിന്ദിയിലെ ബാൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. പിന്നെ മലയാളം നമുക്കറിയാം, ശ്രീജിത്ത് മൂത്തേടത്തിന്റെ പെൺകിനുകളുടെ വൻകരയിൽ എന്ന് പറയുന്ന നോവലിനാണ്, കുട്ടികളുടെ നോവലിനാണ് ഇത്തവണത്തെ ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം മലയാളത്തിൽ ലഭിച്ചിട്ടുള്ളത്, ശ്രീജിത്ത് മൂത്തേടത്ത്. സംസ്കൃതത്തിലേക്ക് വരുമ്പം പ്രീതി R പൂജാരയ്ക്ക് ബാൽ വിശ്വം എന്ന് പറയുന്ന പോയട്രിക്കാണ് ഇത്തവണത്തെ സംസ്കൃതത്തിലെ ബാൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഉറുദുവിലേക്ക് വരുമ്പം ഗസാൻഫർ ഇക്ബാൽ ക്വാമി സിത്താര എന്ന് പറയുന്ന ആർട്ടിക്കിൾ വർക്കിനാണ് ഇത്തവണത്തെ ഉറുദുവിലെ ബാല സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇപ്പൊ ഇംഗ്ലീഷിൽ വിൻ ചെയ്തിട്ടുള്ളത് നിതിൻ കുശലപ്പ MP, ഹിന്ദിയിൽ വിൻ ചെയ്തിട്ടുള്ളത് സുശീൽ ശുക്ല, മലയാളത്തിൽ ശ്രീജിത്ത് മൂത്തേടത്ത്, സംസ്കൃതത്തില് പ്രീതി R പൂജാര, ഉറുദുവിൽ ഗസൻഫാർ ഇക്ബാൽ. ഉറുദു ഇക്ബാൽ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. ബാക്കി മലയാളം നമുക്കറിയാം, ഹിന്ദി ഒരു ഹിന്ദി പേരാണല്ലേ സുശീൽ ശുക്ല എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, നിതിൻ കുശലപ്പ MP. ദക്ഷിൺ സൗത്ത് ഇന്ത്യൻ സ്റ്റോറീസ് ആൻഡ് മിത്ത്, അതാണ് ഇത്തവണത്തെ ഇംഗ്ലീഷ് ബാല സാഹിത്യ അക്കാദമി അവാർഡ് വിൻ ചെയ്തത്. അപ്പൊ എന്തെങ്കിലും രീതിയിലൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മളത് ഓർത്ത് വെക്കുക, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ദെൻ പിന്നെ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് EMRSൽ വന്നിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് NEP ആണ്. നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് കാര്യങ്ങളെങ്കിലും നമ്മൾ നോക്കി വെക്കുക എക്സാമിന് പോകുന്നതിന് മുന്നേ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ 1968 ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് വരുന്നത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ
ബേസ് ചെയ്തുകൊണ്ട്. പിന്നീട് 1986 വരുമ്പോൾ അടുത്ത സെക്കൻഡ് എഡ്യൂക്കേഷൻ പോളിസി വരുന്നു. പിന്നീട് 1992 അത് മോഡിഫൈ ചെയ്യുന്നു 1986 പോളിസിയെ. പിന്നീട് വരുന്നതാണ് നമ്മളുടെ ഇപ്പോൾ നടപ്പിലാക്കിയിരുന്ന 2020 വന്നിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. 2015-16 TSR സുബ്രഹ്മണ്യമായിരുന്നു ഇതിനെപ്പറ്റി പഠിക്കാൻ ആദ്യം ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് അതിനുശേഷം ഡോക്ടർ കെ കസ്തൂരിരംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് 2020 നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ഇന്ത്യൻ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വാല്യൂസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ 3 ഇമ്പോർട്ടന്റ് ഫിലോസഫിക്കൽ വ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ, പ്രജ്ഞ, സത്യ. ഈ 3 എയിംസിന്റെ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ വ്യൂയുടെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇന്ത്യൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന രീതിയിലാണ് ഈ ഒരു പോളിസി അവതരിപ്പിക്കുന്നത്. ദെൻ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷന്റെ എയിം ആയിട്ട് ഈ പോളിസിയിൽ കാണിക്കുന്നത് സെൽഫ് റിയലൈസേഷൻ ആൻഡ് ലിബറേഷൻ ആണ്. എഡ്യൂക്കേഷന്റെ അൾട്ടിമേറ്റ് എയിം ആയിട്ട് കാണുന്നത് സെൽഫ് റിയലൈസേഷൻ ആൻഡ് ലിബറേഷൻ ആണ്. കോർ റിഫോമർ ആരാണ്? ടീച്ചറാണ് കോർ റിഫോമർ ആയിട്ട് ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആൻഷ്യൻ ഇൻസ്റ്റിറ്റ്യൂഷനും മറ്റും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആൻഷ്യൻ സ്കോളേഴ്സിനെ പറ്റിയുള്ള മെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വലിയൊരു മാറ്റം സ്ട്രക്ചറിൽ, സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ മൊത്തം സ്ട്രക്ചറിൽ വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി നമ്മളെല്ലാം പഠിച്ചു വന്നിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് 10+2 ആണ് അല്ലെ, 10+2 എന്നുള്ള രീതിയിലാണ് സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം വരുന്നത്. അതിനെ ടോട്ടലി മാറ്റിക്കൊണ്ട് ആദ്യം ഒരു ഫൗണ്ടേഷണൽ സ്റ്റേജ്, പിന്നെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ്, പിന്നെ ഒരു മിഡിൽ സ്റ്റേജ്, സെക്കൻഡറി സ്റ്റേജ്, ഇങ്ങനെ 5+ ഇവിടെ 5 വരും. ഇവിടെ 2 years 3 years, അംഗനവാടിയിലെ 3 years, അത് കഴിഞ്ഞ് 2 years 1 and 2. ഇതിനെ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 5+3+3+4, 5+3+3+4 എന്നുള്ള രീതിയിൽ പുതിയൊരു മാറ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലുണ്ട്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കാരണം 2020 തൊട്ട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു സംഗതിയും കൂടിയാണ്. അപ്പോൾ 5+ എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ സ്റ്റേജ്, അതിനകത്ത് തന്നെ 3 years അംഗൻവാടീസ്, അതുപോലെ തന്നെ ബാലവാടിക, നമ്മൾ ബാലവാടി അംഗൻവാടി സിസ്റ്റം ഉണ്ടല്ലോ, അവിടെയും 2 വർഷം, 1-2 വർഷം, ഇതിനെ രണ്ടിനെയും കൂടെ ഒന്നാക്കിയിട്ട് ഫൗണ്ടേഷൻ സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതിനുശേഷം 3 to 5 അടുത്തത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. ഏജ് വരുന്നത് 8 to 11 ആണ്. ദെൻ ക്ലാസ് 6 to 8, ഏജ് 11 to 14 വരുന്നത്. ദെൻ അടുത്തത് സെക്കൻഡറി സ്റ്റേജ്, അതായത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാം കൂടെ ഒന്നാക്കിയിട്ടാണ് എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. വലിയൊരു മാറ്റമാണ്. 9ാം ക്ലാസ്സിനെയും കൂടെ സെക്കൻഡറി സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. ക്ലാസ് 9 to 12, ഏജ് 14 to 18. അപ്പം 10+2 എന്നുള്ളൊരു സിസ്റ്റം, ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ സ്റ്റേജിന് ഇവിടെ കാര്യമായ ഇമ്പോർട്ടൻസ് മെൻഷൻ ഒന്നുമില്ല. ഇവിടെ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജിന് കാര്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മൊത്തം 10+2 സിസ്റ്റം മാറ്റിയിട്ടാണ് 5+3+3+4 എന്ന് പറയുന്ന പുതിയ പെഡഗോജിക്കൽ ഓർ കരിക്കുലർ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് അവാർഡ്സ്, ഇതൊക്കെ EMRSലും EMRSന്റെ വിവിധ തസ്തികകളിൽ ചോദിച്ചിട്ടുള്ള അവാർഡ്സും അതുപോലെ തന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്റർനാഷണൽ ഇവന്റ്സും ഒക്കെയാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് ഇതെങ്കിലും നിങ്ങൾ നോക്കി വെക്കുക. ഇതിൽ കൂടുതൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പത്മ അവാർഡ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സിലെ കുറച്ച് പ്രധാനപ്പെട്ട ഇവന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ മറ്റ് അവാർഡ്സ് 71st നാഷണൽ ഫിലിം അവാർഡ്, കുറച്ച് ഇന്റർനാഷണൽ സമ്മിറ്റ് 2025 ഉണ്ടായത്, പിന്നെ ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ NEP-യുടെ ഒരു ബേസിക് സാധനം. ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള, വളരെ ചുരുക്കി ബ്രീഫ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ NEP എക്സാം, NVS എക്സാമിലും അതുപോലെ വരുന്ന എക്സാമിലും എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.